സെയ്ഫിൻ്റെ കുത്തുനാടകം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. മാത്രമല്ല സെയ്ഫ് അലി ഖാൻ്റെ 1796 കോടി രൂപയുടെ സ്വത്തും കേന്ദ്രം കണ്ടുകെട്ടാൻ പോകുന്നു. ഇപ്പോൾ ഇതിൽ വലിയ ദുരൂഹതയാണ് വരുന്നത്. അതായത് 2:30 കുത്തേറ്റ സെയ്ഫ് അലി ഖാൻ ആശുപത്രിയിലെത്തുന്നത് 4:11 ആഴത്തിൽ നട്ടെല്ലിൻ്റെ സൈഡിൽ ആഴത്തിലുള്ള മുറിവ് ഏറ്റു എന്നാണ് പറയുന്നത്. ഈ സെയ്ഫിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ലീലാവതി ആശുപത്രിയിലേക്ക് വെറും 10 മിനിറ്റുള്ള യാത്ര മതി. എന്നിട്ടും 2:30 കുത്തേറ്റ സെയ്ഫ് അലി ഖാൻ 4:11 വരെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ആദ്യം മകൻ കൊണ്ടുപോയി എന്ന് പറയുന്നു, പിന്നെ ആദ്യ ഭാര്യയിൽ മകൻ എന്ന് പറയുന്നു, ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയതെന്ന് പറയുന്നു. മുഴുവൻ ദുരൂഹതയാണ്. ഇതിൽ കൃത്യമായ അന്വേഷണം കേന്ദ്രം നടത്താൻ പോകുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായിരിക്കും സെയ്ഫ് ഉദ്ദേശിച്ചത്? സെയ്ഫ് അലി ഖാൻ എന്ന് പറയുന്നത് ബോളിവുഡിലെ ഒരു മികച്ച നടനാണ്. ചിലപ്പോൾ നടനല്ലേ, ആക്ട് ചെയ്തൂടെ? ജീവിതത്തിലും അതായത് നമുക്കറിയില്ല. എന്തായാലും ഇവിടെ സംശയം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ എന്താ, 2:30 ഒരാൾക്ക് കുത്ത് കിട്ടുന്നു. ഈ കുത്ത് കിട്ടുന്ന പറഞ്ഞാൽ ശരീരത്തിലെ നെഞ്ചിലേക്ക് എന്തോ ആക്സോ ബ്ലേഡ് ആ ഭാഗത്തൊക്കെ കുത്തിക്കയറ്റുന്നു. ആ കുത്തുന്ന മുറിവ്, ആ മുറിവെന്ന് പറഞ്ഞാൽ ആന്തരിക അവയവങ്ങളുടെ തൊട്ടടുത്ത് വരെ എത്തി. എന്നാൽ കുറച്ചുകൂടെ നീങ്ങിയിരുന്നെങ്കിൽ ആന്തരിക അവയവങ്ങളെ സ്പർശിച്ചേനെ. ഒപ്പം നട്ടെല്ലിന് കുത്തേറ്റു, നട്ടെല്ലിനുള്ളിലുള്ള സ്രവം വരെ പുറത്തു വന്നു. ഇത്രയും മാരകമായ കുത്തേറ്റ ആളെ 2:10 ആക്രമണം ഉണ്ടായതിനു ശേഷം ആശുപത്രി കൊണ്ടുപോകുന്നത് 2 മണിക്കൂറോളം വൈകിയാണ്. അതായത് 4 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഈ 4 മണിക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? പുറത്ത് നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച്. അപ്പോൾ സെയ്ഫ് അലി ഖാനെ പോലെയുള്ള ബോളിവുഡ് താരം താമസിക്കുന്ന അതിസമ്പന്നർ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയം. ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ടാവില്ലേ? CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള സംവിധാനം ഉണ്ടാകത്തില്ല. നമ്മുടെ കൊച്ചി മാത്രം എടുക്കുക. കൊച്ചിയിലെ വൻകിട ഫ്ലാറ്റുകളൊക്കെ നിൽക്കുന്ന മേഖല. ആ മേഖലയിൽ നമുക്ക് ഒരു 10 മിനിറ്റോളം ഒരു ഫ്ലാറ്റിന് മുമ്പിൽ പോയി ബൈക്കിൽ നിൽക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി പുറത്തു വന്ന് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ? ഇത് രാവിലെയും രാത്രിയിലും ഒന്നും വ്യത്യാസമില്ലാതെ അങ്ങനെ നിരീക്ഷണമുണ്ട്. മാത്രവുമല്ല അതിസമ്പന്നർ താമസിക്കുന്ന കോളനികളിലൊക്കെ ഒരു സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും ഒന്നിലധികം സെക്യൂരിറ്റികളുണ്ടാവും. CCTV മാത്രം മോണിറ്റർ ചെയ്യാൻ ഒന്നിലധികം പേരുണ്ടാവും. ഇതൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്താണ് 13ാമത്തെ നിലയിലോ മറ്റോ ഈ അക്രമി കടന്നു കയറുന്നത്. എന്നിട്ട് ഈ സെയ്ഫ് അലി ഖാനെ കുത്തുന്നു. അപ്പോൾ സെയ്ഫ് അലി ഖാൻ മാരകമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എന്തിനാണ് താമസം ഉണ്ടാകുന്നത്? മാത്രമല്ല നമ്മുടെയൊക്കെ ഫ്ലാറ്റ് സംവിധാനങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ ഒരു അലാം സംവിധാനം ഉണ്ടാകും അല്ലേ? ഒരു ബെല്ല് ഒന്ന് ഞെക്കിയാൽ. അപ്പം സെയ്ഫ് അലി ഖാൻ ഭാര്യ മക്കളൊക്കെ ഉള്ള ഒരു വീട്ടിൽ ആർക്കെങ്കിലും, വേലക്കാരി ഉൾപ്പെടെയുള്ളവരുണ്ട്, ഒരു അപായ സിഗ്നൽ ഈ സെക്യൂരിറ്റി ജീവനക്കാരെ അറിയിച്ചൂടെ? അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും അയലത്തെ വീട്ടുകാരനെയോ തൊട്ടടുത്ത ഫ്ലാറ്റുകാരനെ അറിയിച്ചൂടെ? ഫോൺ ചെയ്ത് അറിയിക്കാം, അലാം ഉപയോഗിച്ച് അറിയിക്കാം, ഇനി ഒന്ന് ഉറക്കം നിലവിളിക്കാം. ഇതൊന്നും സംഭവിച്ചില്ലല്ലോ. രാത്രി സമയത്ത് അപ്രതീക്ഷിതമായ ഒരു നിലവിളി ശബ്ദമൊക്കെ ഉയർന്നു കേട്ടാൽ ആരായാലും ഒന്ന് ശ്രദ്ധിക്കില്ല. ഇതൊന്നും സംഭവിക്കുന്നില്ല. അപ്പം ഇയാൾക്ക് ഈ നട്ടെല്ലിന് കുത്തേറ്റു എന്ന് പറഞ്ഞാൽ നട്ടെല്ലിന് മാരക പരിക്കാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും കിടക്കേണ്ടി വരും. ആശുപത്രി കിടക്കയിൽ ഉൾപ്പെടെ കുറേ നാൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ കാണുന്ന 4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സെയ്ഫ് അലി ഖാൻ വളരെ കൂളായിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നതാണ്. അത്രയും മാരകമായി പരിക്കേൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ നടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് സെയ്ഫ് അലി ഖാൻ ഒരു നല്ല സിനിമാ നടനാണ്. അയാൾക്ക് നന്നായി നടിക്കാൻ അറിയാം. പക്ഷേ ഇവിടെയും അങ്ങനെ നടിച്ചതാണെങ്കിലോ? എന്തുകൊണ്ടായിരിക്കും പൊതുജനങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നത്? അവരെ കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ ചില ദുരൂഹതകൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ ഇങ്ങനെ ചങ്ങല കണ്ണി ചേർന്ന് കിടക്കാന്ന് പറയില്ലേ, അങ്ങനെയാണ് കിടക്കുന്നത്. മാത്രമല്ല പിന്നീട് നമ്മൾ കേട്ടത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ഇയാളെ കൊണ്ടുപോയത്. ഈ സെയ്ഫ് അലി ഖാൻ പോലെയുള്ള നടൻ്റെ വീട്ടിൽ ഒന്നിലധികം കാറുകൾ ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നാം, ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. ഇനി കരീന കപൂർ, അവർക്ക് 20 ലക്ഷം മുതൽ 2 കോടി വില വരെയുള്ള കാറുകളുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിന് 1200 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. 485 കോടി രൂപയുടെ സ്വത്തുക്കൾ ഭാര്യയുടെ പേരിലുമുണ്ട്. ഒരു മാസം 3.5 കോടി രൂപ വരുമാനമുള്ള നടനാണ് ഇദ്ദേഹം. അതായത് സിനിമാ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നതും ഏറ്റവും കൂടുതൽ വരുമാനവുമുള്ള നടനാണ്. മാത്രമല്ല 800 ഏക്കറിലാണ് ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അതുതന്നെ കോടികളുടെ വിലയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വരുമാനമുള്ള ഒരാൾക്ക് മാനേജർമാരുണ്ടാകും, അവർക്ക് PA മാരുണ്ടാകും, ഡ്രൈവർമാരുണ്ടാകും, പിന്നെ അവർക്ക് അസിസ്റ്റൻറ്റുമാരുണ്ടാകും. ഇപ്പം ഇത്രയും സംവിധാനങ്ങളുള്ള ഒരാൾ മകൻ പുറത്തു പോയി ഓട്ടോറിക്ഷ പിടിച്ചുകൊണ്ട് വന്ന് 2:30 കുത്തേറ്റ ഒരു മനുഷ്യനെ 4:11 വരെ അല്ലെങ്കിൽ 4 മണി വരെ നോക്കിയിരുന്നിട്ട് 10 മിനിറ്റുള്ള തൊട്ടടുത്തുള്ള ലീലാവതി ആശുപത്രിയിൽ കൊണ്ടുപോയി
യഥാർത്ഥത്തിൽ 2.5 കുത്തിയ മനുഷ്യൻ 4 മണിക്ക് പോകുമ്പോൾ മിക്കവാറും ബോധം പോലും ഉണ്ടാകില്ല, ആള് തീർന്നിരിക്കണം. പക്ഷേ അതിനുശേഷം സെയ്ഫ് അലി ഖാൻ നടന്നു വന്നത് ശ്രദ്ധിച്ചായിരുന്നു. ഒരു പ്രശ്നവും ഇല്ലാതെ ഇത്ര വലിയ മാരകമായ കുത്തേറ്റ് എന്ന് പോലും തോന്നാത്ത വിധത്തിൽ അദ്ദേഹം വളരെ കൂളായി ആശുപത്രിയിൽ നിന്ന് വരുന്നു. എന്നിട്ട് സ്റ്റെപ്പുകൾ കയറിയാണ് അദ്ദേഹം പോകുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്തോ സെയ്ഫ് അലി ഖാൻ, കരീന കപൂർ അടക്കമുള്ളവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ടത്. ഈ സെയ്ഫ് അലി ഖാന്റെ സ്വത്തിന്റെ കാര്യം പറഞ്ഞത് ഏതാണ്ട് 1786 കോടിയിലധികം രൂപയുടെ സ്വത്താണുള്ളത്. അതായത് സെയ്ഫ് അലി ഖാന്റെ മാതാവ്, അതുപോലെ മുത്തശ്ശി, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രാജവംശ പരമ്പരയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അതിൽ അമ്മയുടെ സഹോദരി 1950 പാകിസ്ഥാനിലേക്ക് പോയി. അങ്ങനെ പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ അവരുടെ പേരുള്ള സ്വത്തിനെ എനിമി പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ അങ്ങനെ എനിമി പ്രോപ്പർട്ടിയൊക്കെ കാത്തു സൂക്ഷിക്കാൻ മുംബൈ ആസ്ഥാനമായിട്ടുള്ള ഒരു സൊസൈറ്റി, ഒരു സമിതിയുണ്ട്. ആ സമിതിയുടെ കീഴിലാണ് ഈ പ്രോപ്പർട്ടി എല്ലാം. എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി മുഴുവൻ ഇനി ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ സെയ്ഫ് അലി ഖാൻ ഈ കരീന കപൂറിനെ കല്യാണം കഴിച്ചത് തന്നെ ഇയാൾ വലിയ കോടീശ്വരനാണ് എന്നുള്ളത് കൊണ്ട് അതൊരു പ്ലസ് പോയിന്റ് ആയിരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്വത്തുക്കൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു പക്ഷേ ഇത്തരത്തിലൊരു നാടകം കളിച്ചതാണെങ്കിലോ, അതായത് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമാ നടനെ ആളുകൾ കുത്തി പരിക്കേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ മറ്റോ വന്ന ഒരു അഭയാർത്ഥി തീവ്രവാദി കുത്തി പരിക്കേൽപ്പിക്കുന്നു. അങ്ങനെ പരിക്കേൽപ്പിക്കുന്നത് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ബോളിവുഡിലെ ഒരു നടനെ കുത്തി പരിക്കേൽപ്പിച്ചു, അയാൾ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നു. ആ സമയത്ത് എനിമി പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് ഇയാളുടെ സ്വത്ത് കണ്ടെടുക്കുന്നു. അപ്പോൾ ഒരു വികാരം സൃഷ്ടിക്കാൻ പറ്റും. അതായത് മുസ്ലിം വിഭാഗത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു പിന്തുണ നേടിയെടുക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു നാടകമാണോ എന്ന് പോലും പല ആളുകളും സംശയിക്കുന്നു. അതിനെ തെറ്റു പറയാൻ പറ്റില്ല. മാത്രമല്ല ഇത്രയും കോടി രൂപയുടെ സ്വത്തുകളിൽ വലിയൊരു ഭാഗം നഷ്ടപ്പെടുന്നത് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇവർ പാകിസ്ഥാനിലേക്ക് പോയതുകൊണ്ടാണല്ലോ ഈ സ്ഥലം നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇവരുടെ കുടുംബം, മുതുമുത്തശ്ശന്മാർ എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഒരു വലിയ രാജകുടുംബാംഗം എന്ന് പറയാവുന്ന രീതിയിലാണ്. അപ്പോൾ ആ രാജകുടുംബാംഗങ്ങളുടെ തായ്വഴിയായി കിട്ടിയ സ്വത്തുക്കൾ വലിയൊരു ഭാഗം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ നാടകം കളിച്ചോ എന്ന് ചോദിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം കുത്ത് കിട്ടി 2 മണിക്കൂറോളം അവിടെ കിടന്ന് 10 മിനിറ്റ് അകലെയുള്ള ആശുപത്രിയിൽ പോകാൻ ഒരു കാർ ഓടിക്കാൻ അവിടെ ആരുമില്ലേ. തന്നെ പറയുന്ന പോലെ മാനേജർമാരുണ്ടാവില്ലേ, അവരുടെ അസിസ്റ്റന്റ് ഉണ്ടാവില്ലേ, കുക്ക് ഉണ്ടാവില്ലേ, ഡ്രൈവർ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അല്ല, കരീനയും ആ വീട്ടിലുണ്ടായിരുന്നു. കരീനയ്ക്ക് വണ്ടി ഓടിക്കാൻ കരീന ഷോക്കിൽ നിൽക്കുമായിരുന്നു എന്നാ പറയുന്നത്. കുത്ത് കണ്ട ഷോക്കിൽ കരീന ഇങ്ങനെ നിൽക്കുമായിരുന്നു, അനങ്ങാൻ കഴിയാത്ത രീതിയിൽ 2 മണിക്കൂർ ആ നിപ്പ് നിന്ന്. സിനിമയിലൊക്കെ നമ്മൾ കാണില്ലേ, കുത്തി കഴിയുമ്പോ ഈ നിപ്പ്, പിന്നെ ആശുപത്രി കൊണ്ടതിന് ശേഷം ആ അടയുള്ളൂ എന്ന് പറയുന്ന പോലെ ആയിരിക്കും അല്ലേ. എന്തായാലും ഇവിടെ ദുരൂഹതയല്ലേ. അതിന് ഇപ്പൊ കുത്തിയത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്നുള്ളതല്ല. ആര് കുത്തിയാലും അത് അക്രമിയാണ്. ആദ്യം പറഞ്ഞത് ഹിന്ദുവാണ് കുത്തിയത്. കാരണം ഇപ്പോ പിടിക്കപ്പെട്ട ആള് വിജയ്ദാസ് എന്ന പേരിലായിരുന്നു ഇന്ത്യയിൽ വ്യാജ പേരിൽ നടന്നത്. ആദ്യം കുത്തിയത് ഹിന്ദു എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളൊക്കെ സെയ്ഫ് അലി ഖാനെ ഹിന്ദു തീവ്രവാദി കുത്തി എന്ന് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഹിന്ദു തീവ്രവാദി കുത്തി, അല്ല ബംഗ്ലാദേശും പറഞ്ഞില്ല, ആദ്യം ഹിന്ദു തീവ്രവാദി കുത്തി എന്നാണ്. പിന്നീടാണ് പേര് മാറ്റി കഴിഞ്ഞപ്പോൾ ഒരു മാധ്യമങ്ങൾക്കും സെയ്ഫ് അലി ഖാനെ വേണ്ട, ഒരാൾ പോലും ഇതിൻ്റെ പിന്നെ ഫോളോ അപ്പ് വാർത്തകളൊന്നും നൽകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കോടതിയുമായി ഇന്നലെ നമ്മുടെ വടയർ സുനിൽ സാറുമായി സംസാരിച്ചപ്പോൾ സാറ് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയത്, കോടതി സ്റ്റേക്ക് സെയ്ഫ് അലി ഖാൻ പോയപ്പോൾ കോടതി പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നിന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കയ്യിലാണ്, നിങ്ങൾ അമിത്ഷായ്ക്ക് ഒരു അപേക്ഷ കൊടുക്കൂ, അതിനുശേഷം അമിത്ഷായെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കൂ, എന്നിട്ട് നമുക്ക് പിന്നീട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുള്ളത്. അപ്പോൾ സെയ്ഫ് അലി ഖാൻ്റെ ഈ നാടകവും മറ്റുമൊക്കെ പൊളിയുമ്പോൾ കേന്ദ്രം ഈ കാര്യങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ഏത് രീതിയിൽ നോക്കിക്കാണുമെന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും നാടകമാണോ സിനിമയാണോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ കരീന എന്ന് പറയാതിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും ഒരാൾ കുത്തി എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ 2 മണിക്കൂർ കുത്തു കൊണ്ടിട്ട് 10 മിനിറ്റ് അകലെയുള്ള ആശുപത്രിയിൽ പോയില്ല, വീട്ടിൽ കിടക്കുന്ന ഒരു വാഹനം ഉപയോഗിച്ചില്ല, റോഡിൽ പോയ ഒരു ഓട്ടോറിക്ഷയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതെല്ലാം അടിമുടി. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഒരു ട്രോൾ ഇറങ്ങിയായിരുന്നു ഇടയ്ക്ക്, ഒരു തെലുങ്ക് സിനിമയാണെന്ന് തോന്നുന്നു. ഒരുത്തനെ ഒരു വെടി വെച്ചിട്ട് ആ വെടി ഇവിടെ വന്ന് കൊള്ളുമ്പോഴും ബുള്ളറ്റ് വന്ന് കൊള്ളുമ്പോഴും ഭാര്യയ്ക്കോ കാമുക്കോ കരിക്ക് വാങ്ങിക്കൊടുത്ത് അവൾ കരിക്ക് കുടിക്കുന്നത് ബുള്ളറ്റ് അവിടെ ഇരിക്കുന്നു. അപ്പൊ അതുപോലെയൊക്കെ എന്തെങ്കിലും മാജിക്കുകൾ ഇവർക്ക് ഉണ്ടാകും. അതല്ലേ, ആന്തരികാവയവത്തിന്റെ തൊട്ടടുത്ത് വരെ കത്തി ചെല്ലുന്നു, പിന്നെ നട്ടലിന് കുത്തേൽക്കുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല, 4 ദിവസം കഴിഞ്ഞപ്പോൾ വളരെ കൂളായിട്ട് സെയ്ഫ് അലി ഖാൻ നടന്നു പോകുന്നത്. എന്തായാലും അതെ, സിനിമയൊക്കെ പോലെ നമുക്ക് തോന്നുന്നു. സത്യങ്ങൾ ഇനിയും പുറത്തു വരാം. അപ്പൊ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം.